ഇന്നൊരു മണ്ടത്തരാണോ ചെയ്യണേന്നൊന്നും അറിയില്ല. എന്നാൽ പോലും ഞാൻ ഇന്നൊരു കാര്യം ചെയ്യാൻ പോവാണ്. ഈ ഒരു താമര ഞാൻ നട്ടിട്ട് 8 മാസമായിട്ടാ. എന്നിട്ട് അതിലൊരു പൂ പോലും ഉണ്ടാവണ കണ്ടിട്ടില്ല. അപ്പം ഇന്ന് ഈ താമര ഞാൻ ഒന്നും കൂടിയും പറിച്ച് നടാൻ വേണ്ടി പോവാണ്. ഇതിൻ്റെ ഒരു ട്യൂബർ ഇത് റെഡ് പിയോണി എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് അതിങ്ങനെ പൊന്തിച്ചെടുത്തിട്ട് അതിൻ്റെ ട്യൂബർ ഒന്ന് ഇളക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് നട്ടു കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ ഇനി D1നും സഹസ്രദളം എന്ന് പറഞ്ഞ വെറൈറ്റിക്ക് കൂടി ആട്ടോ ഇനി പൂ വരാണ്ട് ഇങ്ങനെ നിൽക്കണത്. അതിൽ ഞാൻ സഹസ്രദളത്തിന് ഇപ്പോൾ ഒന്നും ചെയ്യണില്ല കേട്ടോ. D1ന് ഞാൻ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കി ഇതൊന്ന് ഇനി പിടിച്ച് വന്നതിന് ശേഷം ഞാൻ D1 കൂടി ഇളക്കി വെക്കാമെന്ന് വിചാരിച്ചേക്കണേ. അല്ല എങ്കിൽ പിന്നെ അതും കൂടി നശിച്ചു പോയാലോ. ഈ ഒരു ട്യൂബർ കണ്ടപ്പോൾ എൻ്റെ കിളി പോയിട്ടാ. ഇതെൻ്റെ ഒരു പരീക്ഷണം കൂടിയാണ് ഇങ്ങനെ ഇളക്കി പറിച്ച് കഴിഞ്ഞാൽ ഇനി ഉണ്ടാവുമെന്ന്. പിന്നെ അതേ ഞാൻ ഈ ഒരു കറുത്ത കളർ ട്യൂബർ നട്ടിട്ടാണ് കേട്ടോ ഇത്രയും പോകുന്ന ട്യൂബർ ഉണ്ടായത്. അപ്പം മനസ്സിൽ ചെറിയൊരു ചിന്ത ഇങ്ങനെ വന്നിരുന്നു, ഇത്രയും പോകുന്ന ട്യൂബർ ഉണ്ടായ സ്ഥിതിക്ക് ഒരു പൂവെങ്കിലും ഉണ്ടാവുമായിരുന്നു എന്ന്. ഇനി ആ പൂവിൻ്റെ ടൈം ആവാണോ എന്നൊന്നും അറിയില്ല. എന്നാൽ പോലും ദേ ഇന്ന് ഇളക്കി വെക്കുകയാണ്. അപ്പോൾ ദേ ആ സെയിം ചട്ടിയിലാണ് കേട്ടോ നമ്മൾ ഈ പ്ലാന്റ് നടാൻ പോണത്. അപ്പോൾ ആദ്യമാണ് നമ്മൾ ഈ ചാണകപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ചട്ടിയിൽ ആദ്യം ഇങ്ങനെ വെള്ളം ചെറുതായിട്ട് ഇങ്ങനെ തളി കെട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ മണ്ണും അതിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ബാക്കി മണ്ണ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് ഇതേ ട്യൂബർ ഇതുപോലെ ഇങ്ങനെ ചാല് പോലെ വെച്ചിട്ട് അതിലേക്ക് ഈ ട്യൂബർ വെച്ച് ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് മണ്ണ് ഇതേ കുറച്ചിങ്ങനെ തട്ടിപ്പൊത്തി ഇങ്ങനെ കയറ്റി വെച്ച് കൊടുത്തിട്ട് പിന്നെ അതിങ്ങനെ ഇളകി പോവാണ്ടിരിക്കാൻ വേണ്ടി അതിൻ്റെ മുകളിൽ ഞാൻ ഒരു കല്ലും കൂടി ഇങ്ങനെ കയറ്റി വെക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ദേ ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിലത്തെ മണ്ണ് കുത്തിക്കലങ്ങി ഇങ്ങനെ പോവാണ്ടിരിക്കാൻ വേണ്ടി ഇതാ ഇതുപോലെ ഒരു ഇല ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കണത് കേട്ടോ. അപ്പോൾ അതിങ്ങനെയാണ് കേട്ടോ താമരയുടെ ട്യൂബർ നട്ടു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു താമര ഇനി പിടിച്ച് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ഡീറ്റെയിൽസിന് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ.